വിഷയത്തെ സംബന്ധിച്ച് ഇനി നിങ്ങൾ അറിയേണ്ട വേറൊരു കാര്യമുണ്ട്. അതെന്താ? ഇവിടെ കാര്യമായി പ്രസംഗിച്ച മറ്റൊരു കാര്യം ഒരു വേലി വിവാദമാണ്. വേലി വിവാദം. ആ വേലി വിവാദത്തിൽ നമ്മളന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു വേലി ആരും നമ്മൾക്കെതിരെ ഒരു വേലി കെട്ടിയിട്ടില്ല, നമ്മൾ അങ്ങോട്ട് കിടക്കരുതെന്ന നിലക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ സൗകര്യാർത്ഥം അദ്ദേഹം ചെയ്തതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. അതൊക്കെ കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ ബഹുമാന്യനായ ആലി ഹസനാജി എന്ന് പറയുന്ന ആ മാന്യ സഹോദരന്റെ തന്നെ വാക്കുകൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ കേൾപ്പിച്ചിരുന്നു. അപ്പൊ ഇവരൊരു വേല ഒപ്പിച്ചല്ലോ. ഇനിയിപ്പോ എന്താ മറുപടി അറിയാ? ഇപ്പൊ എന്താ അതിന് പറയാ? അപ്പൊ ഒരാളെ ഏർപ്പാട് ചെയ്തു, പുറത്തുനിന്ന് എന്നെ വിളിച്ചിട്ട് ചില കാര്യങ്ങള് വളരെ കൃത്രിമത്വം നടത്തിയിട്ട് ഒരാൾ അവതരിപ്പിക്കാണ്. അത് സംബന്ധമായിട്ട് എന്താ ഉണ്ടായത് എന്ന് ചില ചോദ്യങ്ങളൊക്കെ പിന്നെ പേരോട് ഇവിടെ വന്നിട്ട് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? മൂപ്പര് സ്ഥാപിക്കാണ് ഈ ആലി ഹസനാജി പരിപാടിക്കെതിരെ തന്നെയാണ്. അതുപോലെ തന്നെ സലഫിയുടെ ഈ ഖണ്ഡന പ്രസംഗം കൊണ്ട് സലഫിക്ക് പരാജയമാണ്, പേരോടിന്റെ വാദത്തിനൊന്നും മറുപടി അറിയാൻ അയാൾക്ക് പറ്റിയിട്ടില്ല എന്നൊക്കെ ആലി ഹസനാജി പറഞ്ഞിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന നിലക്ക് ആലി ഹസനാജിയുമായിട്ട് ഫോണിലൊരു സംസാരം, എന്നിട്ട് അതിങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഇവിടെ കൊടുത്തിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് ശരിയെന്നല്ലേ എന്നിങ്ങനെയുള്ള ഒരു അവതരണം. എന്താ ഇതിന്റെ നിജസ്ഥിതി എന്ന് ആലി ഹസനാജിനോട് നമുക്ക് ഇനിയും ബന്ധപ്പെടാലോ. ആലി ഹസനാജിയുമായി ബന്ധപ്പെട്ടോ അദ്ദേഹം അതിന്റെ നിജസ്ഥിതി പറയുന്നത് ഇതാ അടുത്ത ഇന്റർവ്യൂ ഒന്നുകൂടി കേട്ടോളൂ. നാദാപുരത്ത് താങ്കളുടേതായി കിടക്കുന്ന സ്ഥലത്ത് ഇനി ആരും പരിപാടി സംഘടിപ്പിക്കരുത് എന്ന് കരുതിയാണ് താങ്കൾ ആ സ്ഥലം വേലി കെട്ടി അടച്ചത് എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. അതിൽ സലഫിയെ താങ്കൾ ഉദ്ദേശിച്ചിരുന്നോ? ഇല്ല, സലഫിയെ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. പൊതുവെ എന്റെ ബിൽഡിങ്ങിന്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ വേലി കെട്ടിമുട്ടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, സലഫിക്ക് ആ സ്ഥലം എൻ്റെ മുൻ അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സലഫിക്ക് എപ്പം വേണമെങ്കിലും ഈ സ്ഥലം ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നും ഞാൻ എന്നും പറയാൻ തയ്യാറാണ്. എന്നും എൻ്റെ അടുത്തുള്ള ഈ സ്ഥലം എൻ്റെ അടുത്തുള്ള കാലത്തോളം എന്ത് ചെയ്യൂ, സലഫിക്ക് ഈ സ്ഥലം ഞാൻ എന്ന് വേണമെങ്കിലും ഞാൻ കൊടുത്തോളും. അടുത്ത ഭാഗം, അടുത്ത ചോദ്യം തന്നെ. സലഫിക്ക് പരാജയമാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, മറുപടി അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം പ്രതികരിക്കുന്നത് നോക്കൂ. താങ്കളുമായി പേരോടിന്റെ ആൾ നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഈ പരിപാടിയിൽ സലഫിക്ക് മറുപടി പറയാൻ സാധിച്ചിട്ടില്ല എന്ന് താങ്കൾ പറഞ്ഞതായി ധ്വനിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു സംഭാഷണം കണ്ടു. സത്യത്തിൽ താങ്കൾ സലഫിയെയാണ് ഉദ്ദേശിച്ചത്? ഒരിക്കലും സലഫിയല്ല, ഞാൻ പേരോടിനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പേരോടിന് ഒരു മറുപടിയും പറയാൻ പറ്റിയിട്ടില്ല. ഒരുപാട് നല്ല മാറ്റങ്ങൾ നാദാപുരത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് വ്യക്തമായിട്ട്. അത് മാത്രമല്ല, എന്റെ ഈ സംഭാഷണം, ടെലിഫോൺ സംഭാഷണം ഒരുപാട് ദുരുപയോഗം ചെയ്തിട്ടാണ് ഇയാൾ എന്ത് ചെയ്ത് പിന്നെ ഇതിൽ ഇവര് കേസറ്റിൽ ഇറക്കിയിരിക്കുന്നത്. ഇത് എനിക്ക് വ്യക്തമായിട്ട് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നത്, പിന്നെ പേരോടിന്റെ ഒരുപാട് കേസറ്റ് കണ്ടിട്ടുണ്ട്, ഒരുപാട് കട്ട് ചെയ്ത് സാധാരണവരെ പറ്റി പറയുന്നൊരു വിഷയമാണിത്. ഇത് ഒരുപാട് കേസറ്റ് അപ്പുറം ഇപ്പോഴും കട്ട് ചെയ്തിട്ടാണ്. പക്ഷെ എന്റെ അനുഭവത്തിൽ നിങ്ങൾക്കത് മനസ്സിലായി. കാരണം ഇങ്ങനെയാണ് ഇവർ കേസറ്റ് ഇറക്കുന്നത്. 100% ഇവർക്ക് തൻ്റെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എൻ്റെ ഈ സംഭാഷണം 100% ഫുള്ളായിട്ട് ഇവർ പുറത്തു വിട്ടെ. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് ആരെ എന്നോട് എന്ത് ചോദിച്ചു എന്നുള്ള രീതിയിൽ മറുപടി വരട്ടെ. അത് മാത്രമല്ല, സലഫീന്റെ ആളാണെന്ന് പറഞ്ഞിട്ട് റൌഫ് എന്ന് പറയുന്ന ഒരാളാണ് എന്നെ കുണ്ടോട്ടിക്കാരനാണെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നത്. പേരോടിന്റെ ആള് സലഫീന്റെ ആള്. എന്തിനാണ് ഇവർ കള പറയുന്നത്? ഇവർ ദീനിന്റെ ആൾക്കാരാണോ? സലഫിന്റെ ആള് എന്ന് പറഞ്ഞാണ് വിളിച്ചത്. സലഫിന്റെ ആളാണെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. എന്നിട്ട് മത്താരി എന്ന് പറയുന്ന ഒരു സായാഹ്ന പത്രത്തിൽ കൊടുക്കാനെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് അഭിമുഖം തന്നത്. ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് സമയം സംസാരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, എന്നിട്ട് അവർ പറയുന്നുണ്ട്, എന്നിട്ട് ഈ ഒരു എപിനെ പറ്റി പല ഇതും എന്നോട് പറയുന്നുണ്ട്, പേരോടിനെ പറ്റിയിട്ട്. ഇനിയും ഞാൻ സലഫിക്ക് സ്ഥലം കൊടുക്കുമെന്ന് താങ്കൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ഇപ്പോഴും? തീർച്ചയായിട്ടും. ഞാൻ മുസ്ലിം സലഫിക്ക് എന്ന് വേണമെങ്കിലും, ഞാൻ ഈ പരിപാടി ഇപ്പം നാദാപുരത്ത് നടക്കുന്ന ഈ പരിപാടി തന്നെ ഞാൻ സംഘാടകരോട് പറയുന്നത് ഇവിടെ വെച്ച് നടത്താൻ വേണ്ടിയിട്ട്. അവര് ജനബാഹുല്യം കൊണ്ട് അവിടെ ജനങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് പഴയ സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നത്. കേട്ടില്ലേ? ഈ കുറി തന്നെ അവിടെ പരിപാടി നടത്തിക്കോന്ന് സമ്മതിച്ച സംഘാടകരോട് എന്നെ വിളിച്ച് പറഞ്ഞതാ, നടത്തിക്കോളൂ അവിടെ പരിപാടി. പക്ഷെ നമ്മളെ പ്രവർത്തകർ പറഞ്ഞു ഈ ജനബാഹുല്യം ഇനി അവിടെ ഒന്നും ഒതുങ്ങൂല, അതുകൊണ്ട് ഇനിയിപ്പോൾ അവിടെ കിട്ടിയിട്ട് നമുക്ക് വലിയ വിഷമാകും, അതുകൊണ്ടാണ് സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറിയത്. ഇനിയിപ്പോൾ കഴിഞ്ഞ പരിപാടി നടന്ന തൊട്ടപ്പുറത്തെ പറമ്പിലേട്ടോ, ഇപ്പുറത്തെ പറമ്പിലേക്ക് മാറി. ഇനിയിപ്പോൾ അപ്പൊ കഴിഞ്ഞ പറമ്പിൽ ഇപ്പൊ എന്തുണ്ട്, പോയി നോക്കിയാൽ കാണാം അവിടെ വാഴ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ അടുത്ത പ്രസംഗം അത് സലഫി ചവിട്ടരുതെന്ന രൂപത്തിൽ വാഴ വെച്ച് ബന്ധാക്കി എന്നറിയിപ്പോ.
ഞങ്ങൾ അന്ന് പറഞ്ഞു ഞങ്ങൾക്ക് നാദാപുരത്ത് എവിടെയും പ്രസംഗിക്കാൻ സ്ഥലം കിട്ടും. തെളിവാത് ഒന്നവിടെ, രണ്ടിവിടെ, മൂന്നിവിടെ, ഇനി ഇൻഷാ അല്ലാഹ് എവിടെയാണെങ്കിൽ അവിടെ. നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ. ഇതുപോലെ നിങ്ങൾ എല്ലാവരെയും ഇങ്ങനെ വിളിച്ചിട്ട് നിങ്ങളെ കള്ളത്തരങ്ങൾ ലോകം ഇങ്ങനെ അറിയണം. നിങ്ങൾ ഫോൺ ചെയ്യുക, എന്നിട്ട് കുറെ മുറിക്കുക, എന്നിട്ട് പറയത്തത് പറഞ്ഞു, ആ രൂപത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ. വിശദമായി നിങ്ങൾ കേട്ടല്ലോ ആ വിഷയത്തെ പറ്റി. ഒരു ദിവസത്തെ പ്രസംഗം മുഴുവൻ അതാ മൂപ്പരെ വേലി. ആ വേല നടക്കൂല പേരോടെ. സർവ്വ വേലയും പൊളിഞ്ഞു ഈ വേലി വിവാദത്തിന്റെ അവസാനം. കണ്ടില്ലേ? അതിമൊന്നും സമയം കളയേണ്ട കാര്യമില്ല. ആളുകളൊക്കെ ഉത്ബുദ്ധരാണ്. ഒരു മേറ്ററും ഇല്ലാഞ്ഞിട്ട് ഒരാൾ ഇതിങ്ങനെ കൊണ്ടെടുക്കുക, വേലി കെട്ടി ബന്ധാക്കി രൂപത്തിൽ ഞാൻ പറഞ്ഞത്, ചവിട്ടരുതെന്ന രൂപത്തിൽ. ഓ എന്താ വ്യാഖ്യാനവും തഫ്സീറും ഒക്കെ അറിയോ?